വളരെ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുക എന്നുള്ള പേരിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പോകുന്ന വഴി, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം കുറേ ഞങ്ങൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എടുത്തിട്ടിട്ടുണ്ടെങ്കിലും നമുക്കതൊരു ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടോന്ന് മാത്രം. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ആദ്യം പാലക്കാട് ടൗണിലേക്കാണ് പോയത്. ഒരു വർക്കിൻ്റെ കാര്യമായിട്ട് പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് ആ സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. പോയി അങ്ങനെ സ്റ്റേഡിയം വഴിക്കാണ് പോയത്. അപ്പം സ്റ്റേഡിയത്തിൻ്റെ ഒരു കാഴ്ച കൂടി കാണാം. സ്റ്റേഡിയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണത്. ഇത് ഇവിടുന്നാണ് കുറേ സ്ഥലങ്ങളിലേക്ക് ബസ് റൂട്ടുള്ളത്, ബസ്സുകൾ കിട്ടുന്ന സ്ഥലം. പിന്നെ അങ്ങനെ മൈതാനം വഴി കയറി ഞങ്ങൾ ടൗണിൽ പോയിട്ട് ടൗണിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് മൈതാനത്തിലോട്ട് പോയത്. ഞങ്ങൾക്ക് ടൗൺ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് അതിന് പോയതായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ എക്സൈറ്റ്മെൻറ്റും കുറേ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടും എന്ത് ചെയ്യും, ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഓരോ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച വീഡിയോ ആണത്. അതിനുശേഷം അങ്ങനെ വന്ന് കോട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വൺ വേ ആണ് വരുന്ന വഴി. അപ്പം ആ വൺ വേ കൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുവഴിക്കാണ് വന്നത്. ആ വഴിക്ക് വന്ന് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് മൈതാനത്തിലേക്ക് പോയത്. പോയത് തന്നെ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് ആളെ ഒന്ന് കാണണം. അതായത് ആളെന്ന് പറയണത് വേറെ ആരുമല്ല, അവിടെ ഹനുമാൻ ടെമ്പിളുണ്ട്. അപ്പോൾ മൂപ്പരെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. പോയി നല്ലൊരു രാമായണ മാസമാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെയും പ്രത്യേകമായ മാസമാണല്ലോ അത്. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി നല്ലോണം തൊഴുത് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് നല്ല രീതിക്ക് കിട്ടണേ, യാതൊരുവിധ ബാധിപ്പുകളും ഉണ്ടാവാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ. കുറേ ആമകളുണ്ടായിരുന്നു, പിന്നെ പൂവ്, അങ്ങനെ കുറേ സീനറീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്നുള്ള ഒരു മോട്ടീവ് മാത്രമുള്ളതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഷോർട്സിന് വേണ്ടി കുറച്ച് വോയിസുകൾ എടുത്താണത്. പക്ഷെ മൈക്ക് നമ്മുടെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഓഡിയോ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. ശരി, വോയിസ് ഓവർ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് ചോദിക്കാം എന്താണെന്ന് ചോദിക്കുമ്പോൾ മാമാന്നാൾ പറയുന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നുള്ള പിക്ചേഴ്സൊക്കെ എടുത്ത് ഉച്ചത്തെ ഭക്ഷണം, അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഉച്ചത്തെ ഭക്ഷണത്തിന് കയറിയതാണ്. ഉച്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മന്തിയും ബിരിയാണിയും സാലഡ്സും മയണൈസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, എന്താ കഴിക്കാൻ വന്ന് വരൂ കഴിക്കാമെന്നുള്ള രീതിയിൽ ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. മന്തി, ബിരിയാണി എന്നുള്ള കാര്യങ്ങളെല്ലാം, സാലഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്നിട്ട് ഞങ്ങൾ നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചു. കാരണം കുട്ടികൾ വരുന്ന സമയം കൊണ്ട് വീട്ടിലെത്തണമെന്നും പറഞ്ഞ് നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾ വരുന്നതിന് മുന്നേ വീടെത്തണം. സോ ഞങ്ങൾ അങ്ങനെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു. താങ്ക് യു.